നമുക്കറിയാം, വിസ കിട്ടി ഗൾഫ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വിദേശത്ത് എത്തിക്കഴിഞ്ഞാല് അടുത്ത ലക്ഷ്യം എന്താണെന്നറിയോ പ്രവാസികളുടെ? അവർക്ക് കിടക്കാനായിട്ട് ഒരിടം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ചിലര് വീടും അപ്പാർട്ട്മെന്റും ഒക്കെ വാടകയ്ക്ക് എടുക്കും. മറ്റു ചിലരാണെങ്കിൽ ഷെയറിങ്ങിനെ ആശ്രയിക്കും. ദുബായ് പോലൊരു സ്ഥലത്ത് അത്ര എളുപ്പമല്ല ഒരു നല്ല സ്ഥലം താമസിക്കാനായിട്ട് സംഘടിപ്പിച്ചെടുക്കുക എന്നുള്ളത്. വാടക തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ വാടകയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമ്പോ പലരും ഷെയറിംഗ് ആയിരിക്കും ആശ്രയിക്കുക. ദുബായിലും UAE-യിലും ഒക്കെ ഈ ഷെയറിങ്ങിന് ചില നിയമവ്യവസ്ഥകൾ ബാധകമാണ്. അതായത് ഇത്ര നിശ്ചിത സ്ഥലത്ത് ഇത്ര പേരെ താമസിക്കാവൂ എന്ന രീതിയിലുള്ള നിയമങ്ങൾ അവിടെ പ്രാബല്യത്തിലുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ പേര് ഉണ്ടായാൽ അത് നിയമലംഘനമായിട്ട് കണക്കാക്കുകയും ശിക്ഷ വിധിക്കുകയും ഒക്കെ ചെയ്യും. വലിയ എമൗണ്ടാണ് ശിക്ഷയായിട്ട് ലഭിക്കുക, അതായത് പിഴത്തുകയായിട്ട് അടയ്ക്കേണ്ടി വരിക. അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രവാസികൾക്കിടയിൽ പതിവായിട്ടുള്ള ഈ ഷെയറിംഗ് താമസത്തിന് കടുത്ത നിയന്ത്രണങ്ങളുമായി എത്തിയിരിക്കുകയാണ് ദുബായ് ഭരണകൂടം. അതായത് നിയമലംഘകർക്ക് 10 ലക്ഷം ദിർഹം. 10 ലക്ഷം ദിർഹം എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപയിൽ നോക്കിയാൽ ഏകദേശം 2.5 കോടിയോളം രൂപ വരും. ഇത് പിഴ ചുമത്താൻ വ്യവസ്ഥ ചെയ്യുന്ന ഉത്തരവാണ് ദുബായ് വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക ലൈസൻസോ അനുമതിയോ ഒന്നും ഇല്ലാതെ ഒരു കെട്ടിടവും ഷെയർഡ് ഹൗസിംഗ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ പാടില്ല. ഒരു ഫ്ളാറ്റിലോ വില്ലയിലോ താമസിക്കുന്ന എല്ലാവരുടെയും വിവരങ്ങൾ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ സിസ്റ്റത്തിൽ കൃത്യമായി രേഖപ്പെടുത്തണം. ഫ്ളാറ്റ് ഉടമയുടെ രേഖാമൂലമുള്ള അനുമതി ഇല്ലാതെ വാടകക്കാരൻ മറ്റൊരാൾക്ക് റൂമുകളോ ബെഡ് സ്പേസോ വാടകയ്ക്ക് നൽകുന്നത് കുറ്റകരമാണ്. അതായത് ഈ നിയമപ്രകാരം ഇത് കുറ്റമായി കണക്കാക്കുകയും വലിയ തുക പിഴയായിട്ട് അടക്കേണ്ടി വരികയും ചെയ്യുമെന്ന് ചുരുക്കം. ഒരു മുറിയിൽ നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ ആളുകൾ താമസിക്കാൻ പാടില്ല. ആവശ്യത്തിന് വായു സഞ്ചാരവും സുരക്ഷാ സംവിധാനങ്ങളും ഉറപ്പാക്കണം. നിയമം ലംഘിക്കുന്നവർക്ക് കുറ്റത്തിന്റെ തോത് അനുസരിച്ച് ആദ്യഘട്ടത്തിൽ 500 ദിർഹം മുതൽ 5 ലക്ഷം ദിർഹം വരെയാണ് പിഴയായി നിശ്ചയിച്ചിരിക്കുന്നത്. 1 വർഷത്തിനകം നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ 10 ലക്ഷം ദിർഹം വരെയായി വർദ്ധിക്കും. നിലവിൽ ഇത്തരത്തിൽ താമസിക്കുന്നവർക്ക് നിയമവിധേയമായ മാർഗത്തിലേക്ക് മാറാൻ 1 വർഷത്തെ സാവകാശം നൽകിയിട്ടുണ്ട്. അത് ശരിക്കും പ്രവാസികൾക്ക് ഒരു ആശ്വാസമാണ്. പെട്ടെന്ന് ഇങ്ങനൊരു നിയമം വരുമ്പോ നമുക്ക് ഒരു നല്ല സ്ഥലം കണ്ടുപിടിക്കാൻ, അതായത് പ്രവാസികളുടെ ബജറ്റിന്റെ താളം തെറ്റാതെ ഒരു നല്ല സ്ഥലം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ഇങ്ങനെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ, അതായത് ഈ പറഞ്ഞ നിയമം ലംഘിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ താമസമെങ്കിൽ നിങ്ങൾക്ക് മാറി താമസിക്കാൻ നിയമം അനുസരിച്ച് 1 വർഷത്തെ സാവകാശം നൽകുന്നുണ്ട്. അത് ഒരുപാട് പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു വാർത്ത കൂടിയാണ്. കെട്ടിട ഉടമകൾക്കും വാടകക്കാർക്കും നടത്തിപ്പുകാരായ റിയൽ എസ്റ്റേറ്റുകാർക്കും ഒരുപോലെ ഈ നിയമം ബാധകമാണെന്ന് ഓർത്തോളൂ. ഫ്ളാറ്റുകളുടെ തിരക്ക് കുറയ്ക്കാനും സുരക്ഷിതമായ താമസം ഉറപ്പാക്കാനുമാണ് സർക്കാർ ഇത്തരത്തിലൊരു നിയമ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. നമുക്കറിയാം, ദുബായ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, ദുബായിൽ വർഷാവർഷം ജനസംഖ്യ കൂടുന്നുണ്ട്. കാരണം അവിടുത്തെ സുഖ സൗകര്യങ്ങളൊക്കെ അത്തരത്തിലാണ്. ദുബായിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ട്. ജീവിക്കാൻ വളരെ നല്ലൊരു സ്ഥലവും പലരുടെ പ്രിയപ്പെട്ട ഇടവുമാണ് ദുബായ്. അതുകൊണ്ട് തന്നെ വർഷാവർഷം ദുബായിലെ ജനസംഖ്യ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള നിയമങ്ങൾ അധികൃതർ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ദുബായിൽ ജനസംഖ്യ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, വാടക നിരക്ക് കൂടും. അത് വർഷാവർഷം നല്ലൊരു എമൗണ്ട് ആണ് വാടക ഇനത്തിൽ പ്രവാസികൾക്ക് നൽകേണ്ടി വരുന്നത്. ദുബായിൽ വാടക കൂടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല വാർത്തകളും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അപ്പൊ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വാടക കൂടുന്നത് അവരുടെ ബഡ്ജറ്റിന്റെ താളം തെറ്റിക്കും. അത് നാട്ടിലേക്ക് അയക്കുന്ന പണത്തിൽ കുറവ് വരുത്തും, അവരുടെ സമ്പാദ്യത്തെ കുറയ്ക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളെ അത് ബാധിക്കും. അപ്പൊ പല പ്രവാസികളും ചെയ്തിരുന്നത് ഈ കൂടിയ വാടക നൽകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് വാടക കുറഞ്ഞ ഇടങ്ങളിലേക്ക് താമസം മാറ്റുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ വരുമ്പോൾ മറ്റൊരു പ്രശ്നമുണ്ട്. ഈ ജോലി സ്ഥലത്തേക്കുള്ള ദൂരം കൂടും. ജോലി സ്ഥലത്തേക്കുള്ള ദൂരവും യാത്രയും കൂടുന്നത് അവർക്ക് മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പക്ഷെ വാടക കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാറി താമസിക്കുക അല്ലാതെ പലർക്കും മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അതായത് ഈ പുതിയ നിയമം ഷെയറിംഗ് താമസത്തിന് കടുത്ത നിയന്ത്രണങ്ങളാണ് കൊണ്ടുവരുന്നത്. മാറി താമസിക്കാൻ 1 വർഷത്തെ സാവകാശം നൽകുന്നുണ്ടെങ്കിൽ പോലും നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് പ്രവാസികളുടെ ബഡ്ജറ്റ് തെറ്റാത്തൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല പലരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു സ്പേസ് ഷെയർ ചെയ്യുമ്പോൾ ഒന്നിലധികം ആൾക്കാരുള്ളപ്പോൾ ആ വാടക കുറഞ്ഞിരിക്കും. എല്ലാവരും ചേർന്ന് ഒരു എമൗണ്ട് കളക്ട് ചെയ്ത് അത് വാടകയായിട്ട് നൽകുന്നത് പലർക്കും ഒരു ബാധ്യത വരുന്ന കാര്യമല്ല.
ഈ പുതിയ നിയമം പ്രവാസികൾക്ക് കുറച്ച് ആശങ്ക ഉണ്ടാക്കുന്നത് കൂടിയാണ്. കാര്യം 10 ലക്ഷം ദിർഹം എന്ന് പറയുന്നത് ഏകദേശം 2.5 കോടിയോളം രൂപയാണ്. അതൊരു ചെറിയ തുകയല്ല. ഏതെങ്കിലും രീതിയിൽ നിയമലംഘനം ഉണ്ടായി അധികൃതർ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രവാസികളുടെ പോക്കറ്റിൽ നിന്ന് വലിയൊരു എമൗണ്ട് തന്നെ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പം അത്തരമൊരു സാഹചര്യം ഉണ്ടാകാതെ 1 വർഷം വരെ സാവകാശം അധികൃതർ നൽകുന്നുണ്ട്. ഈ സാവകാശത്തിനുള്ളിൽ നല്ലൊരു സ്പേസ് കണ്ടെത്തി അങ്ങോട്ടേക്ക് താമസം മാറാൻ ശ്രദ്ധിക്കുക. നിയമലംഘനം വന്നു കഴിഞ്ഞാൽ ഈ വലിയ തുക പിഴയായിട്ട് അടയ്ക്കേണ്ടി വരും.